ഈശോ മിശിഹായിലേറ്റം സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ആരാധനാക്രമത്തിൽ നമ്മളിന്ന് ഒരു പുതിയ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പള്ളിക്കൂദാശ കാലം, ദേവാലയ സമർപ്പണത്തിൻ്റെ കാലമാണത്. മണവാളനായ മിശിഹായ്ക്ക് സഭ തന്നെ സമർപ്പിക്കുന്ന സമർപ്പണത്തിൻ്റെ ഓർമ്മകളാണ് ഈ 4 ആഴ്ചകൾ നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. പള്ളിക്കൂദാശ കാലത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ച മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 13 മുതലുള്ള വാക്യങ്ങളിലായിട്ട് ഈശോ നമ്മളോട് ഇന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ നിനക്ക് ആരാണെന്നാണ് നീ പറയുന്നത്? ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ഞാൻ ആരാണെന്നാണ് ജനം പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇന്ന് ഈ ദേവാലയത്തിൽ ഇരിക്കുന്ന നമ്മളോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? ഈശോ ഈ ചോദ്യം ചോദിക്കുന്നത് കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ചാണ്. വിജാതീയരുടെ നാടാണത്. അവിടെ വെച്ചാണ് കർത്താവ് ചോദ്യം ചോദിക്കുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ചോദിക്കുന്നത് 12 ശിഷ്യന്മാരോട് മാത്രമാണ്. ഈശോയ്ക്ക് വേണമെങ്കിൽ അവരെ ഒന്ന് ശരിത്തി വീട്ടിലിരിക്കുമ്പോൾ ചോദിക്കാൻ പാടില്ല, വളരെ രഹസ്യമായിട്ട് നിങ്ങൾ എന്താ പറയുന്നത്, ഞാൻ ആരാണെന്ന്. കർത്താവ് ചോദിക്കുന്നത് കേസറിയ ഫിലിപ്പി വെച്ചാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു ആ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക? ഒന്നാമതായിട്ട് പിന്നീട് ഈശോ പീഡാനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാമതായത് ഇതൊരു നിയോഗം കൂടിയാണത്. ഇതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ നിയോഗമാണ്. നമ്മളൊക്കെ കടന്നു പോകുന്ന കുറെ കേസറിയ ഫിലിപ്പി പ്രദേശങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ അനുദിന യാഥാർത്ഥ്യങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങൾ, തൊഴിലിടങ്ങൾ, പഠിക്കുന്നിടങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ കേസറിയ ഫിലിപ്പി പ്രദേശമാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നീ പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്കുള്ള മറുപടി എന്താകും? ജീവിതത്തിൻ്റെ പച്ചയായ ഇടങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവ് നമ്മളോട് ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? ഈ ദിവസങ്ങളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ വൈറലായൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ വനിതാ ടീം ക്രിക്കറ്റ് കളിച്ച് സെമി ഫൈനലിൽ ജയിച്ച മനോഹരമായൊരു കാഴ്ച. അതിൽ സെഞ്ചുറി അടിച്ച് ടീമിനെ വിജയിപ്പിച്ച ജമീമ എന്ന പെൺകുട്ടി അതിനുശേഷം നടത്തുന്ന ഇന്റർവ്യൂവിൽ അവളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കളിക്കിടയിൽ തങ്ങളോട് തന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അവൾ വളരെ വികാരനിർഭരമായിട്ട് മറുപടി പറയുന്നുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ എന്നോട് തന്നെ പറയുകയായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യമാണത്. നീ ശാന്തനായിരിക്കുക, ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നീ ശാന്തനായിരിക്കുക, ദൈവം നിനക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തുകൊള്ളും. ആ പെൺകുട്ടി ലോകത്തിൻ്റെ മുൻപാകെ, മാധ്യമങ്ങൾക്ക് മുൻപാകെ വിളിച്ചു പറയുകയാണ്, ക്രിസ്തു എനിക്ക് ആരാണെന്ന്. ഇതാണ് ഞാനും നിങ്ങളും ഇനി വിളിച്ചു പറയേണ്ട ജീവിതത്തിൻ്റെ കേസറിയ ഫിലിപ്പി എന്ന് പറയുന്നത്. അനുദിന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് വിളിച്ചു പറയാൻ പറ്റുമോ ക്രിസ്തു ആരാണെന്ന്? നമ്മളോടുള്ള ചോദ്യം ഇതാണ്, നീ എന്ത് പറയുന്നു? ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? ഈശോയെക്കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു? എന്താണ് ഇത്രയും കാലം ജീവിച്ച് കടന്നു പോയിട്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വീണിരിക്കുന്ന ഈശോ എന്ന ക്രിസ്തു എന്ന സങ്കല്പം എന്താണ്? ഞാനിങ്ങനെ ഒരു ഈശോയെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എല്ലാം അറിയുമ്പോൾ സ്നേഹിക്കുന്ന ഒരാൾ, എല്ലാം അറിയുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ.
ഹെബ്രായ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 15-ാം വചനം എങ്ങനെയാണ്? ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് സമനായ ഒരാൾ, നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതപിക്കാൻ കഴിയാത്തൊരു പ്രധാന പുരോഹിതനല്ലെന്നത്, പാപമൊഴികെ മറ്റെല്ലാറ്റിലും നമുക്ക് സമനായ ഒരാൾ ഈ ഭൂമിയിലൂടെ ജീവിച്ച് കടന്നു പോകുമ്പോൾ നമ്മളെയൊക്കെ ബലപ്പെടുത്തേണ്ട ഒരു ഓർമ്മയതാണ്. പാപമൊഴികെ എല്ലാറ്റിലും എനിക്ക് സമനായ ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. അവൻ എന്നെ പൂർണ്ണമായിട്ടും അറിയാം. എൻ്റെ ചെയ്തികള്, എൻ്റെ വിചാരങ്ങള്, എൻ്റെ ആഗ്രഹങ്ങള്, എൻ്റെ അഭിലാഷങ്ങൾ, എൻ്റെ വീഴ്ചകള്, ഞാൻ കടന്നു പോകുന്ന എല്ലാ സംഘർഷങ്ങളും, ഇതെല്ലാം അറിയുമ്പോഴും എന്നെ ഇങ്ങനെ അണച്ചുപിടിച്ച് സ്നേഹിക്കുവാനായിട്ട് എനിക്കൊരു ദൈവമുണ്ട്. അവന്റെ പേരാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ പരിചയപ്പെടേണ്ടതില്ലെങ്കിൽ സംഘർഷപൂരിതമായ വെല്ലുവിളികളുടെ ഈ ലോകത്തിൽ നമ്മളൊക്കെ തകർന്ന് തരിപ്പണമാകും. അവിടെ ഓർക്കണം, എന്നെ പൂർണ്ണമായും അറിയുന്ന ഒരാൾ, എൻ്റെ വീഴ്ചകൾ, എൻ്റെ സ്വകാര്യ വീഴ്ചകളൊക്കെ അതിൻ്റെ തനിമയിൽ പൂർണ്ണമായും അറിയുന്ന ഒരാൾ, എന്നെ സ്നേഹിക്കുന്ന ഒരു ഓർമ്മ. അതാകണം നമുക്ക് ഇനി ഏറ്റുപറയേണ്ട ക്രിസ്തു വിശ്വാസം എന്ന് പറയുന്നത്. ഒരിക്കലൊരു പെൺകുട്ടി വന്ന് പങ്കുവെച്ച അവളുടെ ജീവിതാനുഭവം ഇങ്ങനെയാണ്. കോളേജ് പഠന കാലമാണ്. വല്ലാതെ താളം തെറ്റിപ്പോയൊരു ജീവിതം. അവളുടെ അമ്മ ഇതറിയുന്നു. അമ്മയും ഇവളും ഒന്നിച്ചാണ് ജീവിക്കുന്ന. അപ്പൻ ഡിവോഴ്സ്ഡ് ആയിട്ട് വേറെയാണ്. എല്ലാം അറിയുമ്പോൾ അമ്മ ഒരു ദിവസം ഇവളെ വല്ലാതെ ശകാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടാതെ ഇവള് മുറിക്കകത്ത് കയറി കിടക്കുകയാണ്. ഒരു രാത്രി മുഴുവൻ കിടന്നുറങ്ങി. നേരം വെളുത്ത് എഴുന്നേൽക്കുന്നില്ല. ഉച്ച കഴിഞ്ഞു. ഈ അമ്മ വല്ലാതെ തകരുകയാണ്. അമ്മ ഇവളുടെ മുറിയിൽ കയറി വന്നു. അവൾ ഉറങ്ങുന്ന അവളുടെ കാലിൽ ചൂട്ടിയിരുന്നു കൊണ്ട് അമ്മ ഏങ്ങലടിച്ച് കരയുന്നുണ്ട്. ഈ അമ്മയുടെ കണ്ണുനീരി പെൺകുട്ടിയുടെ കാൽക്കൽ വീഴുമ്പോൾ അവൾ ചാടി എഴുന്നേൽക്കുകയാണ്. അവൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ കരയുന്നേ? അമ്മ പറയുന്നൊരു മറുപടിയുണ്ട്, മോളെ, ഞാൻ നിന്നോട് മാപ്പ് പറയുക. അപ്പനില്ലാതെ നിന്നെ ഇങ്ങനെ വളർത്തേണ്ടി വന്നതിൻ്റെ കുറവാകാം നീ വീണു പോകുന്നത്. പെട്ടെന്ന് ഈ പെൺകുട്ടി വാവിട്ട് കരഞ്ഞുകൊണ്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ പറയുന്നത്? കാരണം അവൾക്കറിയാം ഈ അമ്മ കടന്നുപോയ സംഘർഷം എന്താണെന്ന്. മദ്യപാനിയായ ഒരപ്പൻ, കുടുംബം നോക്കുന്നില്ല, ജീവിതത്തിൻ്റെ സകല കുത്തഴിഞ്ഞ ജീവിതങ്ങളിലൂടെയും കടന്നു പോകുന്നു. രാത്രി വൈകി വീട്ടിലെത്തിയാൽ ഈ അമ്മയെ വല്ലാതെ ശാരീരികമായിട്ട് വേദനിപ്പിക്കുന്ന ഒരാൾ. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഈ പെൺകുട്ടി വളർന്നു വരുന്നത്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, അമ്മ ഇത്രയൊക്കെ സഹിച്ച് കടന്നു പോയിട്ടും ഇപ്പോഴും അമ്മയെ കുറ്റപ്പെടുത്തുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നോട് പറയുന്നൊരു മറുപടിയും ഒരു ചോദ്യവും കൂടി ഇതാണ്, എൻ്റെ അച്ഛ, ഇത്രയെല്ലാം സഹിച്ച് കടന്നുപോയ എൻ്റെ അമ്മ, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി കരയുന്നു, എന്നിട്ടും ഞാൻ എന്തേ ഒന്നും തിരിച്ചറിയുന്നില്ല? എന്നിട്ടും എന്തേ ഞാൻ ഈ അമ്മയെ തിരിച്ചറിയുന്നില്ല? ഈ ചോദ്യം, ഈ ബലിയെ നമുക്ക് നമ്മളോടൊന്ന് ചോദിക്കാം. എൻ്റെ വീഴ്ചകളും എൻ്റെ കുറവുകളും എൻ്റെ എല്ലാ ബലഹീനതകളും അറിഞ്ഞിട്ട് എൻ്റെ ദൈവം എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും എന്തേ ഞാൻ എൻ്റെ ദൈവത്തെ തിരിച്ചറിയുന്നില്ല? ഈ പരിശുദ്ധ കുർബാന അർപ്പണം ആ ഒരു ഓർമ്മ നമ്മളിലേക്ക് കുറേയും കൂടെ ആഴപ്പെടുത്തട്ടെ. എല്ലാം അറിഞ്ഞിട്ടും സ്നേഹിക്കുന്ന ഒരാൾ, അതാണ് എൻ്റെ ദൈവമെന്ന് ഏറ്റുപറയാൻ, എൻ്റെ കുറവുകളിൽ എന്നെ ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണെന്ന് ഏറ്റുപറയാനുള്ള കൃപയ്ക്കായി നമുക്ക് ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.